അമ്മയ്ക്കൊരു ഉമ്മ. സജി ചെറിയാൻ അങ്ങനെയാണ്. എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു ഉമ്മ കൊടുക്കുന്നത് പോലെയാണ് മാതാ അമൃതാനന്ദമയ്യെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അങ്ങനെ സജി ചെറിയാൻ അച്ചായൻ ആരെ കണ്ടാലും അങ്ങ് ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ എന്തിനാ ഉമ്മ കൊടുത്തത്? അത് പിന്നെ ആത്മീയമായി പല കാര്യങ്ങളും, അതായത് ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് അമ്മ. അതുകൊണ്ടാണ് ഞാൻ അമ്മയ്ക്ക് ഉമ്മ കൊടുത്തത്. അല്ല, അപ്പോൾ പിന്നെ അമ്മ ദേവിയല്ലേ? ദേവിയോ? അത് പിന്നെ അതിനെക്കുറിച്ച് പിണറായി വിജയൻ എന്നോടൊന്നും പറഞ്ഞില്ല. അങ്ങനെ പറയണമെന്ന് പറഞ്ഞില്ല. ദേവി എന്ന് പറയണമെന്ന് പറഞ്ഞിട്ടില്ല. പോണം, ഉമ്മ കൊടുക്കണം, കാല് വീണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ ദേവി എന്ന് വിളിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ തന്നെ കടപ്പുറ സുധാമണി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതല്ലേ. അപ്പം അതൊന്ന് മാറ്റണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരെയല്ലേ, അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് കൂടെ നിർത്താൻ വേണ്ടിയിട്ട് സഖാവ് പറഞ്ഞ് രാത്രി വിളിച്ചപ്പോൾ രാവിലെ മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനമാണ്, പോയി ഒരു ഉമ്മയൊക്കെ വാങ്ങിച്ചിട്ട് വരണമെന്ന്, അതുകൊണ്ട് പോയതല്ലാതെ ദേവിയൊന്നുമല്ല. ഞങ്ങൾക്ക് ദേവിയൊന്നും ആക്കാൻ പറ്റത്തില്ല. കാരണം മതങ്ങളെ നമുക്ക് വിശ്വസിക്കാം, മതഭ്രാന്തരെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇതൊക്കെ മതം തലയ്ക്ക് പിടിച്ച ഭ്രാന്തരല്ലേ? ഇതിനെയൊക്കെ ഞങ്ങളെങ്ങനെയാണ് വിശ്വസിക്കുക? അമ്മയെന്ന് പറഞ്ഞാൽ മഹാവ്യക്തിത്വമാണ്, ആദരിക്കപ്പെടേണ്ടതാണ്. അമ്മ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. അപ്പം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ദൈവമല്ലേ? അല്ലേ? അല്ല, ദൈവമല്ല, അമ്മ ദൈവമല്ല. അപ്പം പിന്നെ ആരാ അമ്മ? അമൃതാനന്ദമയി. അതാണ് അത് ആരാ? അല്ല, അത് ആദരിക്കപ്പെടേണ്ട എന്ത് കാര്യത്തിന്? സമൂഹത്തിൽ നന്മ ചെയ്ത അങ്ങനെ മനസ്സിലായി. സമൂഹത്തിൽ നന്മ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെപ്പോലല്ലാത്ത മറ്റൊരാളെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആദരിക്കണമെന്ന് തോന്നി, അങ്ങനെ പോയി ആദരിച്ചതാണ്. ഓക്കെ, ഇപ്പം കാര്യം പിടികിട്ടി. അല്ലാതെ ഇലക്ഷൻ കണ്ടിട്ട് പോയതല്ല. ഈ തിരഞ്ഞെടുപ്പ് അടുക്കാറായതുകൊണ്ട് സുകുമാരൻ നായർ ഒരു കക്ഷത്തിൽ, നടേശ മറ്റേ കക്ഷത്തിൽ, ഇപ്പം അമൃതാനന്ദമയ്യെ പിടിച്ച് തലയിൽ വെക്കാം അങ്ങനെ വിചാരിച്ച് പോയതല്ല. അല്ല, ചില സഹാക്കളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നേ. നിങ്ങൾ ഈ അമൃതാനന്ദമയ്യയുടെ ഭക്തയായി, നിങ്ങൾ അവരെ ആരാധിക്കുന്നു, ഇതാണെന്നൊക്കെ പറഞ്ഞ് അവർ പി ജയരാജൻ്റെ മോനെ ചെറുക്കൻ കിടന്ന് തിളയ്ക്കണ്. ചെറുക്കൻ പറയണ് വലിയ ഡെക്കറേഷനൊന്നും വേണ്ട, കടപ്പുറ സുധാമണിയല്ലേ, അത് മതിയെന്ന്. നമ്മൾ ജയരാജന് ഇതൊക്കെ തന്നെയാണ് പറയണേ. കണ്ണൂർ സഖാക്കൊക്കെ അത്ര പിടിച്ചില്ല എന്നൊക്കെ പറയണായിട്ട് നിങ്ങൾ പണ്ട് സുധാമണി വേറെ വേലയില്ലാതെ നടക്കണ്, ഈ ആശ്രമത്തിൻ്റെ മുന്നിൽ മരുമോ റിയാസിക്കൊക്കെ കുറേ നാൾ ജയ്യൊക്കെ വിളിച്ച് ഈ ആൾസ്വാമിമാരെയൊക്കെ ഇല്ലാതാക്കണം, അവരുടെ ആശ്രമം കത്തിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ആളുകൾ പറയണതാണ്. ഇത് നിങ്ങൾ കണക്കാക്കണ്ട. ആളെയൊക്കെ എന്ത് പറഞ്ഞുകൂടാത്തത്? അല്ല, അപ്പം ചോദിക്കട്ടെ, നിങ്ങൾ ഈ പിന്നെ സമുദായങ്ങളെയൊക്കെ പിടിച്ചു വെച്ചല്ല, ഇനി അടുത്ത ആരെടുത്ത് പോണേ? ഇനി ശിഖാബ് തങ്ങളെ എടുത്താ? അതാ മറ്റേ പൊന്നാനിയിലോട്ട് പോകണുണ്ടാ ഇനി? കാരണം അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുമല്ലോ, നിങ്ങൾ നമ്മളെ ആളായാന്ന് ചോദിക്കുമ്പോൾ പൊക്കി കാണിച്ചു കൊടുക്കണ്ടേ? അതിന് നിങ്ങൾ അങ്ങോട്ട് പോകണുണ്ടാ? പൊന്നാനിയിലേക്കൊക്കെ ഇനി അതിന് ആരെ വിടണേ? അതിന് ആരെ വിടണ്ട? റിയാസ് മോനെ കൊടുത്താൽ പോരെ? റിയാസ് മോൻ കാണിച്ചു കൊടുത്താൽ അറിയാൻ പറ്റുമല്ലോ നിങ്ങൾ അവരാളായെന്ന്. അല്ല, നിങ്ങളതും ചെയ്യാൻ മടിക്കൂലെന്നാണ് നാട്ടുകാർ പറയണത്. നാട്ടുകാരല്ല കേട്ടാ, സഹാക്കന്മാർ തന്നെയാണ് പറയണത്. സഹാക്കന്മാരൊക്കെ വളരെ അതൃപ്തരാണ്. ഞങ്ങളൊക്കെ എന്താ പറയുക, വളരെ നിരാശരെന്നാണ് സഹാക്കന്മാർ പറയണത്. എന്ത് പറയാനെന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ പിണറായി മലക്കം മറിയുമെന്ന് അവരാരും വിചാരിച്ചില്ല. നായന്മാരെ വിളിക്കുന്നു, ഈഴവന്മാരെ വിളിക്കുന്നു, അയ്യപ്പനെ താലോലിക്കുന്നു, അയ്യപ്പനെ കയ്യിലെടുക്കുന്നു, ശരണം വിളിക്കുന്നു, അമൃതാനന്ദമയുടെ അവിടെ പോകുന്നു, കണ്ട ദേവാലയങ്ങളും ജ്യോതിഷന്മാരെ വീടുകളിലും പോകുന്നു. പിന്നെ പടച്ച തമ്പുരാനെ, ഇനി എന്തൊക്കെ നമ്മൾ കേൾക്കാനും കാണാനും ഇരിക്കുന്ന. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ജയശങ്കർ സാറേ, അഡ്വക്കേറ്റ് ജയശങ്കർ സാറ്, സഹാക്കന്മാർക്കൊക്കെ വലിയ ഇഷ്ടമല്ലേ ജയശങ്കർ സാറിനെ? സാറ് സത്യം മാത്രമേ പറയൂ, അത് ഇമ്മാക്ക് പിടിക്കില്ല. സാറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് ഒരു ഒന്നാന്തര പോസ്റ്റാണ് കേട്ടോ. സാറ് പറയുന്നത്, അമ്മയ്ക്കൊരുമ്മ കലക്കൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് മാർക്സിസ്റ്റ്, മാതാ അമൃതാനന്ദമയി ദേവിയെ നവോത്ഥാന നായികയായി വീണ്ടും അംഗീകരിച്ചു. 2026 ഏപ്രിൽ മെയ് വരെ ഇതിന് പ്രാബല്യമുണ്ടാകും. കാരണം തിരഞ്ഞെടുപ്പ് ആ സമയം വരെ ആണല്ലോ. സുമാരേട്ടാ, നിങ്ങളും ഒന്ന് നോക്കി വെച്ചോ. കാരണം 26 വരെ ഇതിന് പ്രാബല്യം ഉണ്ടാവും. പിന്നെ നിങ്ങളെ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കുമെന്നാണ് പറയണേ കേട്ടോ. നമുക്കറിയില്ല കേട്ടോ, മരുമോൻ്റെ കാര്യവും
ഈ വ്യാജ എന്തൊക്കെയോ കൊടുത്ത് ബാങ്കിലൊക്കെ ജോലി നേടിയതൊക്കെ മറച്ച് വച്ച് 33 വർഷത്തെ ശമ്പളമൊക്കെ 3.5 കോടിയൊക്കെ തിരിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ പറയണേ നമുക്കറിയില്ല. ജീവചരിത്രം എഴുതിയ ശിഷ്യനുമായി ജോൺ ബ്രിട്ടാസ് നടത്തിയ അഭിമുഖം കൈരളി പീപ്പിൾ ചാനലിൽ ഇനി സംപ്രേഷണം ചെയ്യില്ല. ആൾ ദൈവം, കടപ്പുറം സുധാമണി എന്നിങ്ങനെയുള്ള വിശേഷങ്ങൾ തൽക്കാലം ഉപയോഗിക്കരുതെന്ന് സൈബർ സഖാക്കളെ ഓർമ്മിപ്പിക്കുന്നു. സഖാക്കളെ, തിരഞ്ഞെടുപ്പാണ് വരുന്നത്, ഓരോ വോട്ടും പ്രധാനമാണ്. അമ്മേ മഹാമായി. ഇതാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പോസ്റ്റ്. സത്യത്തിൽ ഈ പോസ്റ്റ് അവസാനത്തെ ആ ഒരു ഡയലോഗ് മതി ഈ പോസ്റ്റിൽ സഹാക്കന്മാരെ മൊത്തത്തിലൊന്ന് വലിച്ചു കീറി ഒട്ടിക്കാൻ. അമ്മേ മഹാമായി. എല്ലാം അയ്യപ്പൻ്റെ എന്താ പറയുക, എല്ലാം അയ്യപ്പൻ്റെ എന്താ പറയുക മായകൾ എന്ന് പറയുന്നത് പോലെയാണ്. എല്ലാ അയ്യപ്പൻ്റെ മായകളാണ്. കാരണം അമൃതാനന്ദമയുടെ അടുത്ത് പോകുന്നു. ഇനി പുട്ടവർത്തിയിൽ എപ്പോഴാണോ പോകുന്നത് അതറിയാൻ പറ്റില്ല. അത് പിണറായി ഒരിടവും പോകില്ല. കാരണം പിണറായി പോയ നാണക്കേടല്ലേ. സജി ചെറിയാനൊക്കെ ആകുമ്പോൾ എവിടെ വേണമെങ്കിലും പോകുമല്ലോ. പിണറായി പറഞ്ഞാൽ അനുസരിക്കണമല്ലോ. സജി ചെറിയാനൊക്കെ അനുസരിക്കണമല്ലോ. അതുകൊണ്ട് സജി ചെറിയാൻ പോകണമല്ലോ. അപ്പോൾ പിന്നെ പിണറായി പറഞ്ഞാൽ പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. റിയാസ് പോകില്ല. കാരണം റിയാസിനോട് ഇങ്ങനെ വല്ലതും ചെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മോളുടെ ഭർത്താവല്ലേ, മോള് റിയാസിനെ ഭരിക്കുകയാണോ റിയാസ് മോളെ ഭരിക്കുകയാണോ? ഭരിപ്പൊന്നുമില്ലല്ലേ. അതെന്തോ ആവട്ടെ. ഇപ്പോൾ പിണറായിക്ക് ഇപ്പോൾ വേണ്ടത് വോട്ടാണ്. മൂന്നാമതും പിണറായി സർക്കാർ വരണം. കാരണം ഇപ്പുറത്ത് കോൺഗ്രസ്സുകാരാണെങ്കിൽ ആര് മുഖ്യമന്ത്രി ആകണം, ആര് പിന്നെ ആഭ്യന്തരമന്ത്രി ആകണം, ആര് പിന്നെ എന്താ പറയുക കേന്ദ്രം ഭരിക്കണം, കേരളം ഭരിക്കേണ്ടത് ആര്, ഇതോ ശശി തരൂരിനെ ഒരു മൂലക്കിരുത്തണം, രാഹുൽ മാങ്കൂട്ടത്തെ മറ്റൊരു മൂലക്കിരുത്തി, പിന്നെ ഷാഫിയെ വേറൊരു മൂലക്കിരുത്തി, സതീശന് ഞാൻ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ്. എൻ്റെ മുഖം മാത്രം, എൻ്റെ ഫ്ലക്സ് മാത്രം, എൻ്റെ മുഖം മാത്രം, എൻ്റെ ഫ്ലക്സ് മാത്രം. ഇത് മാത്രമാണ് സതീശൻ എൻ്റെ ചിന്തയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പിന്നെ കോൺഗ്രസ് വരില്ല എന്ന് ഏകദേശം LDF ഉറപ്പിച്ചു. ഇത് സുമാരേണ്ണനും മനസ്സിലായി. അതുകൊണ്ടാണ് സുമാരേണ്ണൻ നേരെ ചെന്ന് ചെങ്കൊടി കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നായന്മാരെ എൻ്റെ പിന്നാലെ പോരുവിൻ, ഇനി ചെങ്കൊടിയാണ് നമുക്ക് ഏകാശ്രയം എന്ന് പറഞ്ഞുകൊണ്ട് ചെങ്കൊടിയിലേക്ക് വരാനായിട്ട്. മറ്റത് മറ്റേ SNDP ആണെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്രതിമയും പിടിച്ചുകൊണ്ട് എൻ്റെ പിന്നിലേക്ക് വരൂ, എൻ്റെ പിന്നിലൂടെ വരൂ, നമുക്ക് ആശ്രയം ഇനി LDF ആണ്, ഇനി എൻ്റെ കള്ളത്തരങ്ങളെല്ലാം മൂടി വയ്ക്കാൻ പറ്റുന്നത് LDF സർക്കാർ വന്നാൽ മാത്രമാണ്. ഈ ഒരു ലെവലിലേക്ക് ഇപ്പോൾ സുമാരണ്ണനും നടേശണ്ണനും ഒത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും അമ്മയ്ക്ക് ഉമ്മ കൊടുത്തതൊന്നും സഹാക്കന്മാർക്ക് വലുതായിട്ട് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് പണി തരാൻ പോണത് സമുദായ സംഘടനകളും നടേശ മുതലാളിയല്ല, സഹാക്കന്മാർ തന്നെയാണ്. നിങ്ങളുടെ ഈ ഒരു നിലപാട് മാറ്റാൻ ഡബിൾ ഡാഡി സിൻഡ്രം എന്നാണ് ഈ അസുഖത്തിന് പറയുന്നത്. അപ്പോൾ ഈ ഡബിൾ ഡാഡി സിൻഡ്രത്തിന് സഹാക്കന്മാർ തന്നെ ഉത്തരം തരും എന്നാണ് അവർ പല പോസ്റ്റുകളിലും, അതായത് ഫേക്ക് ID ഒക്കെ ഉണ്ടാക്കി അവരിങ്ങനെ പടച്ചു വിടുന്നത് അങ്ങനെ എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ഡബിൾ ഡാഡി സിൻഡ്രം വച്ചുകൊണ്ടിരിക്കുന്ന സഹാക്കന്മാർക്കൊക്കെ സഹാക്കന്മാർ തന്നെ പണി തരുമെന്ന് എന്തോ നമുക്കറിയില്ല കേട്ടോ, പറയണതാണ്.